കോട്ടയത്ത് പക്ഷിപ്പനി ആശങ്ക പടരുകയാണ്. പായിപ്പാട് 2500 താറാവുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. കൈപ്പുഴാക്കൽ സ്വദേശി ഔസേബ് മാത്യുവിന്റെ 2500 താറാവുകളാണ് ചത്തത്. ഷിനോജ് എസ്റ്റിയുണ്ട് വിവരങ്ങളുമായിട്ട്. ഷിനോജ്, ഇത് വലിയൊരു പ്രതിസന്ധിയാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ നടപടികളൊക്കെ, പ്രതിരോധ നടപടികളൊക്കെ എങ്ങനെയാണ് മുന്നിലേക്ക് പോകുന്നത്? പൂജ, കോട്ടയത്ത് പക്ഷിപ്പനി ആശങ്ക പടരുകയാണ്. ഈ പായിപ്പാട് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ എട്ടിയാങ്കരി കൈപ്പുഴാക്കൽ പാടശേഖരത്തിന് സമീപം ആണ് ഇപ്പോൾ താറാവുകളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. താറാവ് കർഷകനായ ഔസേബ് മാത്യുവിന്റെ ഉടമസ്ഥയിലുള്ള 2500 താറാവുകളാണ് നിലവിൽ ചത്തിരിക്കുന്നത്. ഇദ്ദേഹം ഏകദേശം ഒരു 18,000-ഓളം താറാവുകളെ ഇവിടെ വളർത്തുന്നുണ്ട്. എന്തായാലും മൃഗസംരക്ഷണ വകുപ്പിൽ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. നിലവിൽ ഈ താറാവുകളുടെ സാമ്പിൾ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ലാബിലേക്ക് അയച്ചിട്ടുമുണ്ട്. ഈ ചത്ത താറാവുകളെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ബാക്കിയുള്ള താറാവുകളെല്ലാം തന്നെ നിരീക്ഷണത്തിലുമാണ്. ഏകദേശം 3 ദിവസങ്ങൾക്ക് മുൻപാണ് കോട്ടയത്ത് തന്നെ മണർകാട് പ്രവർത്തിക്കുന്ന സർക്കാർ പോൾട്രി ഫാമിൽ ഈ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത്. അന്ന് ഏകദേശം ഈ ഫാമിൽ മാത്രം 9,000-ലധികം കോഴികളെ ശാസ്ത്രീയമായി സംസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പായിപ്പാടും ഈ പക്ഷിപ്പനിയുടെ ആശങ്ക പടരുന്നതായി സൂചനകൾ വരുന്നത്. 2500 താറാവുകളാണ് നിലവിൽ ചത്തിരിക്കുന്നത്. മാത്രമല്ല, മണർകാട് പഞ്ചായത്തിലെ 12, 13, 14 വാർഡിലെയും പുതുപ്പള്ളി പഞ്ചായത്തിലെ 2, 3 വാർഡിലെയും 516 കോഴികളെയും ശാസ്ത്രീയമായി കഴിഞ്ഞ ദിവസം സംസ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ മാംസ്യത്തിന്റെയും അതുപോലെ തന്നെ മുട്ടയുടെയും ഒക്കെ വിൽപ്പനയും നിലവിൽ നിരോധിച്ചിട്ടുണ്ട്.